എന്നെ വീണ്ടെടുത്ത നാഥനാ, വീണ്ടും വന്നിടുമെൻ നാഥനാ, നന്ദിയോടുലകിൽ പാടും ഞാനെന്നും നല്ല നാഥനായി കീർത്തനങ്ങൾ. നന്ദിയോടുലകിൽ പാടും ഞാനെന്നും നല്ല നാഥനായി കീർത്തനങ്ങൾ. എന്നെ വീണ്ടെടുത്ത നാഥനാ, വീണ്ടും വന്നിടുമെൻ നാഥനാ, നന്ദിയോടുലകിൽ പാടും ഞാനെന്നും നല്ല നാഥനായി കീർത്തനങ്ങൾ. നന്ദിയോടുലകിൽ പാടും ഞാനെന്നും നല്ല നാഥനായി കീർത്തനങ്ങൾ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ MG രാജനാസം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാക്കി പ്രവാചക പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. എന്നാൽ ഏശാവിനെ ഞാൻ ദ്വേഷിച്ച് അവൻ്റെ പർവ്വതങ്ങളെ ശൂന്യമാക്കി അവൻ്റെ അവകാശത്തെ മരുഭൂമിയിലെ കുറുനരികൾക്ക് കൊടുത്തിരിക്കുന്നു. ഏശാവിനെ ഞാൻ ദ്വേഷിച്ചു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുക. 2-ാം വാക്യത്തിൻ്റെ ഒടുവിൽ യാക്കോബിനെ ദൈവം സ്നേഹിച്ചു. ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യം, എന്തുകൊണ്ട് ദൈവം ഏശാവിനെ ദ്വേഷിച്ചു? അപ്പോൾ മറുവശത്ത് മറ്റൊരു ചോദ്യം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരികയാണ്. എന്തുകൊണ്ട് ദൈവം യാക്കോബിനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ദൈവം ഏശാവിനെ ദ്വേഷിച്ചു എന്തുകൊണ്ട്? ഒരു ചോദ്യമാണ്. അനേക ആളുകൾ ചോദിക്കും, എന്തുകൊണ്ട് ദൈവം അവരെ തള്ളിക്കളഞ്ഞു, ഇവരെ തള്ളിക്കളഞ്ഞു, അല്ലെങ്കിൽ അവരെ എന്തുകൊണ്ടാണ് രക്ഷിക്കാതിരുന്നത്? എന്താ അവരുടെ കുറവ്? എന്ത് പ്രശ്നം കൊണ്ടാണ്? ഇപ്പം ദൈവം മുഖപക്ഷം കാണിക്കുകയല്ലയോ? അങ്ങനെ ദൈവം മുഖപക്ഷം കാണിക്കാൻ പാടുണ്ടോ? അങ്ങനെ ചെയ്യുന്നത് യോഗ്യമാണോ? അവരെ തള്ളിക്കളയാനായിട്ട് എന്താ കാരണം? അങ്ങനെ അനവധി ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കും. ചോദ്യങ്ങൾ എപ്പോഴും നല്ലതാണ്, ചോദിച്ചുകൊണ്ടേയിരിക്കണം. ചോദിക്കുമ്പോഴാണ് അതിന് ഉത്തരം കിട്ടുകയുള്ളൂ. എന്നാൽ മറുവശത്ത് മറ്റൊരു ചോദ്യം, ദൈവം എന്തുകൊണ്ട് ഏശാവിനെ ദ്വേഷിച്ചു എന്നുള്ള ചോദ്യത്തിന് വിപരീതമായൊരു ചോദ്യം അവിടെ തന്നെ വരികയാണ്. എന്താ? എന്തുകൊണ്ട് ദൈവം യാക്കോബിനെ സ്നേഹിച്ചു? അതും ഒരു ചോദ്യമല്ലേ? അതും ഒരു ചോദ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ ഉയരേണ്ടെന്ന കാര്യമല്ലേ? കേവലം ഒരു ചോദ്യത്തിൽ നമ്മുടെ ചോദ്യം അവസാനിപ്പിക്കാൻ പാടുണ്ടോ? ലോകം ചോദിക്കുന്നു, എന്തുകൊണ്ട് ഏശാവിനെ ദ്വേഷിച്ചു? അപ്പോൾ അതിൻ്റെ മറുവശത്തെ ചോദ്യവും കൂടി നാം മനസ്സിലാക്കി വേണം മുമ്പോട്ട് പോകാൻ. എന്തുകൊണ്ട് ദൈവം യാക്കോബിനെ സ്നേഹിച്ചു? ദൈവം ഏശാവിനെ ദ്വേഷിക്കാനും യാക്കോബിനെ സ്നേഹിപ്പാനും കാരണം ദൈവം അവരുടെ ഹൃദയങ്ങളെ അറിഞ്ഞു എന്നുള്ളതാണ്. ഓരോ മനുഷ്യനെയും വ്യക്തമായിട്ട് അറിയുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. ഏശാവിൻ്റെ ഹൃദയത്തെ ദൈവം അറിഞ്ഞു, യാക്കോബിൻ്റെ ഹൃദയത്തെയും ദൈവം അറിഞ്ഞു. സകലവും മുൻകൂട്ടി കാണുവാനും അറിയുവാനും കഴിയുന്നവനാണ് സ്വർഗത്തിലെ ദൈവം, സർവജ്ഞാനിയായ ദൈവം. ആ ദൈവത്തിനൊന്നും മറവായിട്ടില്ല. ആ ദൈവം മനുഷ്യൻ്റെ മുന്നും പിന്നും വ്യക്തമായിട്ടറിയുന്നവനാണ്. നാം നമ്മുടെ പഴയ കാലങ്ങളെ പലതും മറന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. ചെയ്തു പോയ കാര്യങ്ങൾ, വന്ന വഴികൾ, പറഞ്ഞ വാക്കുകൾ, പ്രവർത്തിച്ച കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ, എന്തു വേണ്ട സകലവും നല്ലൊരു പങ്കും നാം മറന്നു കളഞ്ഞിരിക്കുകയാണ്. മറന്നുപോയി, ഓർമ്മയില്ല.
പക്ഷെ ദൈവം ഒന്നും മറന്നിട്ടില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെയുള്ളതും ദൈവം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്ന ദൈവമാണ്. നമ്മുടെ വരുവാനിരിക്കുന്ന അടുത്ത സെക്കൻഡ്, അടുത്ത മണിക്കൂറുകളിൽ, വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മാസങ്ങളിൽ, വർഷങ്ങളിൽ എന്തെൻ്റെ ജീവിതത്തിൽ സംഭവിക്കും, ഞാൻ എന്ത് ചെയ്യും, അതെനിക്കറിയില്ല. കാരണം ആ കാര്യങ്ങളെ അറിയാനുള്ള കഴിവ് എനിക്ക് ദൈവം തന്നിട്ടില്ല. ആഗ്രഹമുണ്ട്, ആഗ്രഹം. ഞാൻ ഇന്നത് ചെയ്യും, ഇന്നതുപോലെ ആകും, എനിക്ക് ഇന്നതാകണമെന്ന് ആഗ്രഹമുണ്ട്, ഇന്ന ബിസിനസ് ചെയ്ത് ഇത്രത്തോളം പണം സമ്പാദിക്കണം, ഇത്രത്തോളം പഠിച്ച് ഇന്ന ജോലി നേടണം, ഇന്നയാളെ വിവാഹം കഴിച്ച് കുടുംബമായിട്ട് ഇന്ന രീതിയിൽ ജീവിക്കണം, നല്ല വീട് വയ്ക്കണം, നല്ല വാഹനം വാങ്ങണം, വിദേശങ്ങളിൽ പോകണം. ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷകൾ, ആഗ്രഹങ്ങൾ, പ്ലാനുകൾ എല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ ആ പ്ലാനുകൾക്കൊത്തവണ്ണം എല്ലാം നടക്കണമെന്ന് നിർബന്ധമില്ല. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം കർത്താവ് പറഞ്ഞതുപോലെ ഇന്ന് രാത്രിയിൽ നീ മരിച്ചാൽ, അപ്പം നമ്മുടെ പ്രതീക്ഷകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, വലിയ കണക്കുകൂട്ടലുകളുണ്ട്. പക്ഷേ നമുക്ക് ആയുസ് അത്രത്തോളം ഉണ്ടോ? എപ്പം മരിക്കും, നമുക്കത് സാധിക്കുമോ ഇല്ലയോ? ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത വിധമാണ് ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭാവിയോടുള്ള ബന്ധത്തിൽ കണക്കുകൂട്ടലുകൾ നല്ലതാണ്. പക്ഷെ ഞാൻ ഇന്നതാകും, ഇന്നത് ചെയ്യും, അങ്ങനെ തർപ്പിച്ച് പറയാൻ ലോകത്തിൽ ആർക്കും പറ്റത്തില്ല. കാരണം നമ്മുടെ ആയുസ്സും ആരോഗ്യവും നമ്മുടെ കാര്യങ്ങളെല്ലാം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുക. അപ്പം ആ ദൈവം നമ്മുടെ സകലവും മുന്നും പിന്നും അറിയുന്നു. ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്. സർവജ്ഞാനിയായ ദൈവം ഏശാവിനെ കണ്ടു. സർവജ്ഞാനിയായ ദൈവം യാക്കോബിനെ കണ്ടു. ഒരാൾ അയാളുടെ സ്വഭാവം, അയാളുടെ ജീവിതം, അയാൾ എന്തായിത്തീരും, അയാൾ എങ്ങനെയായിരിക്കും, അയാളുടെ തലമുറ എങ്ങനെയായിരിക്കും എന്ന് കൃത്യമായിട്ടും വ്യക്തമായിട്ടും അറിയുന്ന സ്വർഗത്തിലെ ദൈവം ഈ ഏശാവിനെയും യാക്കോബിനെയും കൃത്യമായി കാണുകയും മനസ്സിലാക്കുകയും അവരുടെ തലമുറകൾ എത്രത്തോളം എവിടെയെത്തുമെന്ന് കൃത്യമായി അറിയുകയും ചെയ്തതിൻ്റെ ഫലമായി ഏശാവിനെ സംബന്ധിച്ച് ദൈവം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏശാവിനെ ദൈവം ദ്വേഷിച്ചു. കാരണം ഏശാവിൻ്റെ സ്വഭാവം, ഏശാവിൻ്റെ തലമുറയുടെ സ്വഭാവം അതെല്ലാം വ്യക്തമായി കണ്ട ദൈവം അവനെ ദ്വേഷിച്ചിരിക്കുകയാണ്. ഇനി യാക്കോവിൻ്റെ ജീവിതത്തിൽ തൻ്റെ ചെറുപ്രായത്തിലെ ജീവിതമൊക്കെ കണ്ട നമുക്കൊരുപക്ഷെ വളരെ വിഷമം തോന്നും. കാരണം ഈ യാക്കോവ് ഒരു ഉപായിയായിരുന്നുവല്ലോ. എന്നാൽ യാക്കോവിൻ്റെ ഭാവിയെ കണ്ട ദൈവം, ജീവിതത്തെ കണ്ട ദൈവം യാക്കോവിനെ തിരഞ്ഞെടുക്കുകയാണ്. ജീവിതത്തിൽ ഉപായമുണ്ടായിരുന്നു, പ്രതിസന്ധി, തൻ്റെ ജീവിതത്തിൽ കളിപ്പിക്കുന്ന സ്വഭാവങ്ങളുണ്ടായിരുന്നു, തട്ടിയെടുക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ യാക്കോവിൻ്റെ ജീവിതത്തിൽ വരുവാനിരിക്കുന്ന മാനസാന്തരവും ദൈവത്തെങ്കിലേക്കുള്ള മടങ്ങിവരവും ദൈവഭക്തിയും ദൈവം മുന്നിൽ കണ്ടു. അവൻ്റെ തലമുറകളെ ദൈവം മുന്നിൽ കണ്ടു. അതുകൊണ്ട് ദൈവം യാക്കോബിനെ തെരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കാര്യപരിപാടി നോക്കണം. എത്ര അതിശയകരമായിട്ടാണ് ദൈവം കാര്യങ്ങളെ ചെയ്യുന്നത്. ഒരു മനുഷ്യൻ്റെ ആരംഭവും അവസാനവും കൃത്യമായിട്ട് അറിയുന്ന സ്വർഗത്തിലെ ദൈവം ആരെ തിരഞ്ഞെടുക്കണം, ആരെ ദ്വേഷിക്കണമെന്ന് ഒരു മനുഷ്യൻ്റെയും വാക്കുകൾ അല്ലെങ്കിൽ ഒരു ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. സ്വർഗത്തിലെ ദൈവത്തിന് മന്ത്രിയായിരുന്നവൻ ആരുമില്ല, ദൈവത്തെ ഉപദേശിച്ചവൻ ആരുമില്ല. കാരണം മാനുഷികമായ നിലകളിൽ നമുക്കൊരു മനുഷ്യനെ കുറിച്ച് ഒന്നും പ്രവചിക്കാൻ കഴിയാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം കൃത്യമായി കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കി വ്യക്തതയോടെ പ്രവർത്തിക്കുന്ന ദൈവമായിരിക്കാൻ ദൈവത്തിന് സ്തോത്രം. എന്നെയും താങ്കളെയും ദൈവം തിരഞ്ഞെടുത്തു.
ദൈവത്തെ സ്തുതിക്കുകയാണ്, നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പഴയകാല ജീവിതങ്ങളിൽ ഒരുപക്ഷെ കുറവുകൾ ഉണ്ടായിരുന്നിരിക്കാം. ലോകത്തിൽ നാം മറ്റുള്ളവരെ കളിപ്പിക്കുന്നവരായിരുന്നുവോ, അല്ലെങ്കിൽ മറ്റ് നിലകളിൽ ദോഷമായി പാപമായി മറ്റുള്ളവർക്ക് വേദനയെ ദുഃഖമായി ജീവിച്ചിരുന്ന വ്യക്തികളായിരുന്നിരിക്കാം. പക്ഷേ എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഹൃദയം കണ്ടു, തിരഞ്ഞെടുത്തു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെട്ട് ദൈവഭക്തിയിലേക്ക് ദൈവത്തിങ്കിലേക്ക് നാം തിരിഞ്ഞപ്പോൾ ദൈവം നമ്മെ മുൻകണ്ടതുകൊണ്ടാണ് സംഭവിച്ചത്. 1, 2, നാം മാനസാന്തരപ്പെട്ടു വന്നപ്പോൾ ദൈവത്തിങ്കിലേക്ക് വരിക. അങ്ങനെ ദൈവത്തിങ്കിലേക്ക് വന്നതുകൊണ്ടാണ് നാം ഇന്ന് ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ഇത് തിരുവചനം പറയുന്നു, ദൈവം മുൻകണ്ടവരെ എന്താ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം മുൻകണ്ടു, നമ്മെ കണ്ടു. കാരണം നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ഒരു മാനസാന്തരം ഉണ്ടാകുമെന്ന് സ്വർഗത്തിലെ ദൈവം കണ്ടു. പ്രിയ സഹോദര സഹോദരി, കഴിഞ്ഞകാല ജീവിതങ്ങളിൽ ഒരുപക്ഷെ ജീവിതത്തിൽ ഒത്തിരി പാപം, കുറ്റം, കുറവുകൾ, തെറ്റുകൾ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ദുർമാർഗങ്ങൾ, ജീവിതത്തിൽ പുറത്തു പറയാൻ കഴിയാത്ത ഒരുപാട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. ആളുകൾ ഒരുപക്ഷെ ഇങ്ങനെ വിളിച്ചു പറയുമേ, അവൻ പണ്ട് ഇങ്ങനെ ജീവിച്ചവനാ, അങ്ങനെ ജീവിച്ചവനാ. ഒരുപക്ഷെ അങ്ങനെ പറയുന്നുണ്ടാവും. എന്നാലും നാം ശ്രദ്ധിക്കുക, നമ്മെ തെരഞ്ഞെടുത്തൊരു ദൈവമുണ്ട്. പഴയകാല ജീവിതങ്ങളെ മറന്നു കളഞ്ഞ് നമ്മെ ചേർത്ത് പിടിച്ചൊരു ദൈവമുണ്ട്. നമ്മെ മുൻകണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ് നമ്മെ സ്നേഹിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു ദൈവം. അതുകൊണ്ട് പഴയ കാലത്തിലേക്ക് മടങ്ങിപ്പോവുകയല്ല, ദൈവത്തോട് പിന്നെയും മറുതിലിച്ചുകൊണ്ട് നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നുവെന്ന് ചോദ്യം ചോദിച്ച് ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനപ്പെടുത്തുകയല്ല വേണ്ടത്. പിന്നെയോ എൻ്റെ ദൈവമേ, എൻ്റെ പഴയകാല ജീവിതത്തെ മറന്ന് എന്നെ സ്നേഹിച്ച് തെരഞ്ഞെടുത്ത് അവിടുത്തെ മകനാക്കി മകളാക്കി തീർത്ത ദൈവത്തിന് ഹൃദയത്തിൽ നിന്ന് നന്ദി, സ്തുതി, സ്തോത്രം, ആരാധന എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ കൂടുതൽ കൃപയോടും വിശുദ്ധിയോടും സന്തോഷത്തോടും ആത്മനിർവോടും ഭക്തിയോടും കൂടി ജീവിച്ച് മുൻപോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ.